സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6, 28, 29 തിരുവചനങ്ങൾ. അവർ യേശുവിനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 28, 29 തിരുവചനങ്ങളിൽ സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ന്യായപ്രമാണത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പല തരത്തിലുള്ള യാഗങ്ങളെ മോശെ നിർദ്ദേശിച്ചിരുന്നു. ഹോമയാഗം, അകൃത്യയാഗം, സമാധാനയാഗം, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന യാഗങ്ങൾ പുറപ്പാട്, ലേവ്യർ, ആവർത്തന പുസ്തകങ്ങളിലൊക്കെ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ കാണാവുന്നതാണ്. ഈ യാഗങ്ങളെല്ലാം നിർദ്ദേശിച്ചിരിക്കുമ്പോൾ യാഗങ്ങൾ അർപ്പിക്കുന്ന മനുഷ്യൻ ചിന്തിച്ചിരുന്നത് ഈ യാഗങ്ങൾ വഴി, അഥവാ പക്ഷികളെയും കാളക്കിടാക്കളെയും ആട്ടുകൊറ്റന്മാരെയൊക്കെ ബലി അർപ്പിക്കുന്നത് മുഖാന്തരം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു. എന്നാൽ ദൈവപുത്രൻ ഇവിടെ ഇതാ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള പ്രധാന കാര്യം രേഖപ്പെടുത്തുകയാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശു അതിന് മറുപടിയായി പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. പഴയ നിയമം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പക്ഷികളെ ബലിയർപ്പിക്കുന്നതും ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും ബലിയർപ്പിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ, ഇതാ പുതിയ നിയമത്തിൽ സർവശക്തനായ ദൈവം അവിടുത്തെ പുത്രനിലൂടെ വെളിപ്പെടുത്തുന്നത്, ദൈവം മാനവരക്ഷയ്ക്കായി, ലോകരക്ഷകനായി, നല്ല ഇടയനായി, ദൈവപുത്രനായി ഈ ഭൂമിയിലേക്ക് അയച്ച യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അത് ദൈവത്തെ പ്രസാദിപ്പിക്കും എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ കടന്നുപോയ പല വ്യക്തികളെക്കുറിച്ച് കാണുന്നുണ്ട്. കയീനും ഹാബേലും, അതുപോലെ അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് തൻ്റെ ഏകമകനെ തന്നെ ബലിയർപ്പിക്കുവാനായിട്ട് കടന്നുപോയി. നോഹയും ജലപ്രളയത്തിന് ശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സകല മൃഗങ്ങളിൽ നിന്നും യാഗമർപ്പിച്ചു എന്ന് നാം കാണും. ഈ യാഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ അവർ അർപ്പിക്കുമ്പോൾ അവർ ലക്ഷ്യമിട്ടിരുന്നത് ഞങ്ങൾ ഈ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതാ പുതിയ നിയമ
ജനങ്ങൾക്ക് ദൈവം അത്രയും ഭാരം നൽകുന്നില്ല. ഒരു മനുഷ്യന് ഒരു കാളക്കിടാവിനെയോ ഒരു ആട്ടുകൊറ്റനെയോ അതിനുള്ള വകയില്ലെങ്കിൽ ഒരു പ്രാവിനെയെങ്കിലും വാങ്ങി ബലിയർപ്പിക്കണമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിലൂടെ ഇതാ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു പുതിയ മാർഗം തുറന്നിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തിരുവചനം കേട്ട എല്ലാ പേർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ.